2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം തന്നെയാണ്. മൂന്ന് പാർട്ടികൾ LDF, UDF, BJP സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് മലപ്പുറമാണ്. ഈ മലപ്പുറത്ത് എന്താണ് ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്? 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു സ്ഥലമാണ് മലപ്പുറം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം നിർണായകമായിട്ടുള്ള സീറ്റുകളാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. UDF എല്ലാ അർത്ഥത്തിലും മേൽക്കൈയുള്ള ഒരു സ്ഥലം. അവിടെ തീർച്ചയായിട്ടും BJPക്കായാലും LDFനായാലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്തവണ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം നിലനിൽക്കുന്ന ഒരു സ്ഥലം. UDFന് ആ ഒരു പ്രതാപം ഇപ്പോഴും തുടരാൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യം. മുസ്ലിം ലീഗിന് ഏറെ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വരുന്ന രാഷ്ട്രീയ സർവേകൾ, കണക്കുകൾ, അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ചില നിരീക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മലപ്പുറത്ത് ഇത്തവണ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾക്കൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ 16 നിയമസഭാ സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും ആദ്യം നമുക്ക് 2021 കണക്ക് നോക്കാം. 2021 UDF 13 സീറ്റുകളും LDF 3 സീറ്റുകളും നേടിയെടുത്ത ഒരു സ്ഥലമാണ് മലപ്പുറം. അതായത് UDFന് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സ്ഥലം. BJPക്ക് സീറ്റുകൾ ഒന്നും തന്നെ കിട്ടിയില്ല താനും. ഇനി 2026 വരുമ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളായി നോക്കാം. അതിൽ നമുക്ക് ആദ്യം ഏറനാട് നോക്കാം. ഏറനാട് UDF സീറ്റാണ്. അവിടെ 2026 UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും LDF, UDF തമ്മിൽ ഒരു പോരാട്ടം നടക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സീറ്റ് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. ഇനി കൊണ്ടോട്ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ UDF സീറ്റാണ്. അതും UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഒരു സർവേയിൽ കാണുന്നത്. ഇനി നിലമ്പൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി മഞ്ചേരിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. വണ്ടൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ഇനി പെരിന്തൽമണ്ണയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് UDF സീറ്റാണ്. അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. അവിടെ LDFിലേക്ക് ആ സീറ്റ് പോകാനായിട്ടുള്ള സാധ്യതകൾ തള്ളിക്കളയുന്നില്ല. ഒരു 50-50 ചാൻസ് ആണ് നിലവിൽ നിലനിൽക്കുന്നത്. അവിടെ UDF, LDF കടുത്ത പോരാട്ടം നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. BJP വോട്ടുകൾ അവിടെ നിർണായകമാവുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. ഇനി മങ്കടയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ UDF സീറ്റാണ് നിലവിൽ. അത് UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് മങ്കടയിൽ. ഇനി മലപ്പുറമാണ് ഹൈലൈറ്റ്. അവിടെ UDF സീറ്റ് തന്നെയാണ്. അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി വേങ്ങരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അത് UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി വള്ളിക്കുന്നിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ UDF സീറ്റാണ്. അതും UDF നിലനിർത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി തിരൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് UDF സീറ്റാണ്. അവിടെ ഒരു ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് UDF നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ആ സീറ്റ്. ഇനി താനൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ താനൂരിൽ LDF സീറ്റാണ്. അത് ചിലപ്പോൾ UDFിലേക്ക് പോകാനായിട്ടുള്ള ഏറെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. 50-50 ചാൻസ് ആണ് അവിടെ. BJP വോട്ടുകൾ നിർണായകമാണ്. BJPക്ക് 10,000-ൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. സോ അവിടെ BJP വോട്ടുകൾ നിർണായകമാകും. ചിലപ്പോൾ LDFന് ആ സീറ്റ് നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. ഇനി കോട്ടക്കലിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഇനി ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് പൊന്നാനിയാണ്. പൊന്നാനിയിൽ LDF സീറ്റാണ്. അത് LDF നിലനിർത്താൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ നടക്കുമെങ്കിൽ പോലും അവിടെ UDFന് ആ സീറ്റ് കിട്ടാനായിട്ടുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. തവനൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF സീറ്റാണ് നിലവിൽ. പക്ഷേ അത് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. 50-50 ചാൻസ് ആണ് LDFിനും UDFിനും അവിടെ നിലനിൽക്കുന്നത്. അവിടെ BJP വോട്ടുകൾ ഏറെ നിർണായകമാകുമെന്നും ഈ സർവേ വ്യക്തമാക്കുന്നു. 9,000-ൽ കൂടുതൽ വോട്ടുകൾ നിലവിൽ BJPക്ക് അവിടെയുണ്ട്. സോ BJP വോട്ടുകൾ അവിടെ തീർച്ചയായിട്ടും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സോ മൊത്തമായി നോക്കുവാണെങ്കിൽ ടോട്ടൽ 16 സീറ്റുകളാണ് മലപ്പുറത്തുള്ളത്. ഈ സീറ്റുകളിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന, അതായത് 2021 ഉണ്ടായിരുന്ന ആ ഒരു മുന്നേറ്റം അതേപടി നിലനിർത്താൻ സാധിക്കുമെന്ന് മാത്രമല്ല അതിൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കുന്ന തരത്തിലേക്ക് മലപ്പുറത്ത് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് ഇത്തവണത്തെ ഈ ഒരു സർവേയിൽ വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അതായത് UDFിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ അവർക്ക് മാക്സിമം ഒരു 14 സീറ്റുകളോ 15 സീറ്റുകളോ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി LDFിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് 3 സീറ്റുകളായിരുന്നു 2021
2021 ലഭിച്ചിരുന്നതെങ്കിൽ അത് 2026 വരുമ്പോഴത്തേക്കും അത് കുറയുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അതായത് 3-ൽ നിന്നും അത് 2-ലേക്കോ 1-ലേക്കോ ചുരുങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ സർവേയിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി നേരെ BJP-യിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP-ക്ക് സീറ്റുകളൊന്നും തന്നെ അവിടെ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്ന കാര്യം. പക്ഷേ വോട്ടുകളുടെ കാര്യത്തിൽ അവർക്ക് അവിടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് പലയിടങ്ങളിലും സാധ്യമാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയേക്കാം. അതിൽ ചില സീറ്റുകളിൽ LDF UDF കടുത്ത പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ BJP വോട്ടുകൾ നിർണായകമാകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറിയേക്കാം മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് ഈ പറയുന്ന 16 നിയമസഭാ സീറ്റുകൾ അതിനിർണായകം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ വളരെ വലിയ തോതിലുള്ള ഒരു മേൽക്കൈ ഇവിടെ UDF തന്നെയാണ് എന്നുള്ളത് ഈ സർവേ വളരെ കൃത്യമായിട്ടും വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. LDF സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തേരോട്ടമൊന്നും തന്നെ മലപ്പുറത്ത് 2026 സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് സർവേ പ്രകാരം മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ മാസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുതരം അട്ടിമറികളാണ് സംഭവിക്കുന്നത്, അവിടെ ഈ പറയുന്ന തരത്തിൽ മുസ്ലിം ലീഗിന്റെ ആ ഒരു ബലത്തിൽ തന്നെയാണ് UDF ഇത്രയധികം സീറ്റുകൾ അവിടെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ. സോ അവിടെ എന്തുതരം അട്ടിമറികൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കുമെന്നുള്ളതും തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം 2026 ഏറെ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട്, അതായത് 2021 സംഭവിച്ചതിൻ്റെ നിന്നും മാറ്റങ്ങൾ 2026 വരുമ്പോഴത്തേക്കും ഈ പറയുന്ന പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളിൽ സംഭവിക്കാനായിട്ട് ഒരു സാധ്യത കുറവാണ്. UDF സീറ്റുകൾ ചിലപ്പോൾ ഉയരാൻ മാത്രമേ സാധ്യതയുള്ളൂ, LDF കുറയാനാണ് സാധ്യത കാണുന്നത്. BJPക്ക് അക്കൗണ്ട് മലപ്പുറത്ത് എന്തായാലും തുറക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. പക്ഷേ വോട്ടുകളുടെ കാര്യത്തിൽ അവർക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. സോ കാത്തിരിക്കാം, ഈ സർവേകളെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മാറ്റം ഈ പറയുന്ന തരത്തിൽ മലപ്പുറത്ത് ഉണ്ടാകുമോ, അതല്ല സർവേകൾ പോലെ തന്നെ അവിടുത്തെ റിസൾട്ട് വരുമോ. ഇനി സർവേകളെയും അട്ടിമറിച്ചുകൊണ്ട് UDF തൂത്തുവാരുന്ന തരത്തിലുള്ള, അതായത് 16 നേടിയെടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ, LDF BJPക്ക് നമ്മുടെ സീറ്റുകളൊന്നും കിട്ടാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.